ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ക്യാപ്റ്റൻ അമേരിക്ക ദ വിന്റർ സോൾജറിന്റെ പാർട്ട് 3 ആണ്. പാർട്ട് 2ൽ നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിക് ഫ്യൂറിയെ വിന്റർ സോൾജർ എന്ന് പറയുന്ന പുതിയൊരു വില്ലൻ കൊന്നുകളയുകയാണ്. ക്യാപ്റ്റന്റെ അയൽക്കാരിയായി താമസിച്ചിരുന്നത് ഏജന്റ് 13 എന്ന് പറയുന്ന ഷീൽഡിന്റെ ഒരു ഏജന്റ് ആയിരുന്നു. മരിക്കുന്നതിന് മുൻപ് എന്തിനാണ് ക്യാപ്റ്റന്റെ അപ്പാർട്ട്മെന്റിൽ നിക് ഫ്യൂറി വന്നതെന്നും എന്താണ് നിക് ഫ്യൂറി അവസാനമായി പറഞ്ഞതെന്നും അലക്സാണ്ടർ പിയേഴ്സ് ചോദിക്കുമ്പോൾ ക്യാപ്റ്റൻ ഒന്നും തന്നെ പറയുന്നില്ല. ലിഫ്റ്റിൽ വെച്ച് ക്യാപ്റ്റനെ ഷീൽഡിലെ തന്നെ ആളുകൾ പഞ്ഞിക്കിടാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ക്യാപ്റ്റൻ തിരിച്ച് അവരെയെല്ലാം പഞ്ഞിക്കിട്ടിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. നതാഷയും ക്യാപ്റ്റനും പെൻഡ്രൈവിൽ എന്താണ് ഉള്ളതെന്ന് അറിയാൻ ശ്രമം തുടങ്ങുന്നു. ഇനി എന്താണ് സംഭവിക്കുക അതറിയാൻ ഈ എപ്പിസോഡ് മുഴുവനായി കാണുക. എന്റെ പേര് അമിത്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂവി എക്സ്പ്ലെയിനർ. അലക്സാണ്ടർ പിയേഴ്സ് വേൾഡ് സെക്യൂരിറ്റി കൗൺസിലുമായി ഒരു മീറ്റിംഗ് നടത്തുകയാണ്. വേൾഡ് സെക്യൂരിറ്റി കൗൺസിലുള്ളവർ നിക് ഫ്യൂറി തന്നെയാണ് ലുമേറിയൻ സ്റ്റാർ എന്ന് പറയുന്ന കപ്പൽ തട്ടിക്കൊണ്ടു പോവാൻ ആളുകളെ വിട്ടത് എന്നറിഞ്ഞ് വളരെയധികം ദേഷ്യത്തിലാണ്. അലക്സാണ്ടർ പിയേഴ്സും നിക് ഫ്യൂറിയും കൂട്ടുകാരായിരുന്നല്ലോ, അപ്പോ ഈ കാര്യം അലക്സാണ്ടറിനും അറിയാമായിരുന്നോ എന്നൊക്കെ അവർ ചോദിക്കുകയാണ്. താൻ എന്തൊക്കെ പറഞ്ഞിട്ടും അവർ സമ്മതിക്കാതെയായപ്പോൾ അലക്സാണ്ടർ പിയേഴ്സ് തനിക്കിതിലൊരു പങ്കുമില്ല, ഞാൻ വേണമെങ്കിൽ ഷീൽഡിൽ നിന്ന് രാജിവെച്ച് പോവാൻ തയ്യാറാണ് എന്ന് വേൾഡ് സെക്യൂരിറ്റി കൗൺസിലിനോട് പറയുന്നു. അപ്പോ അവർ അലക്സാണ്ടർ പിയേഴ്സിനോട് പറയുന്നു, അതിന്റെ ആവശ്യമില്ല, ഞങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. പ്രൊജക്ട് ഇൻസൈറ്റ് വൈകിപ്പിക്കാനാണല്ലോ നിക് ഫ്യൂറി ഇതൊക്കെ ചെയ്തത്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പ്രൊജക്ട് ഇൻസൈറ്റ് നടപ്പിലാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ് വേൾഡ് സെക്യൂരിറ്റി കൗൺസിൽ പറയുന്നത്. അലക്സാണ്ടർ പിയേഴ്സ് അത് സമ്മതിക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് ക്യാപ്റ്റനും നതാഷയും കൂടി പെൻഡ്രൈവിൽ എന്താണുള്ളത് എന്ന് അറിയാൻ വേണ്ടി ഒരു ആപ്പിൾ സ്റ്റോറിൽ പോവുകയാണ്. അവർ വേഷം മാറിയാണ് പോകുന്നത്. നതാഷ ഒരു സ്പൈ ആയതുകൊണ്ട് തന്നെ എങ്ങനെ ആരുടെയും കണ്ണിൽ പെടാതെ നടക്കണമെന്നൊക്കെ അവൾക്കറിയാം. അതിൽ കുറച്ച് ടിപ്സ് നതാഷ ക്യാപ്റ്റനും പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അവരവിടെയുള്ള ഒരു കമ്പ്യൂട്ടറിന്റെ മുന്നിലെത്തുകയാണ്. നതാഷ ക്യാപ്റ്റനോട് പറയുന്നു, ക്യാപ്റ്റൻ, ഇത് ഷീൽഡിന്റെ പെൻഡ്രൈവ് ആണ്. നമ്മൾ ഈ പെൻഡ്രൈവ് ഏത് സിസ്റ്റത്തിൽ കുത്തിയാലും നമ്മൾ എവിടെയാണുള്ളതെന്ന് അപ്പോ ഷീൽഡിന്റെ നോട്ടിഫിക്കേഷൻ പോകും. ആ സമയത്ത് തന്നെ നമ്മളെ പിടിക്കാൻ ആളുകൾ വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിലുള്ള കാര്യങ്ങൾ അറിഞ്ഞ് ഇവിടുന്ന് പോകണം. നതാഷ പെൻഡ്രൈവ് ആ സിസ്റ്റത്തിൽ കുത്തിയതും അത് ഷീൽഡ് അറിയുകയാണ്. എന്നിട്ട് അവരെ പിടിക്കാൻ വേണ്ടി ഷീൽഡിന്റെ ആളുകൾ പോവുകയാണ്. ആ കൂട്ടത്തിൽ റംലോയും ഉണ്ടായിരുന്നു. നതാഷയ്ക്ക് ഇങ്ങനെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. പക്ഷെ നതാഷ എത്ര ശ്രമിച്ചിട്ടും ആ പെൻഡ്രൈവ് തുറന്നു കിട്ടുന്നില്ല. പക്ഷെ ഒരു കാര്യം കണ്ടുപിടിക്കാൻ നതാഷയ്ക്ക് പറ്റി. ഈ പെൻഡ്രൈവിലുള്ള പ്രോഗ്രാം എവിടെ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്, ഈ പെൻഡ്രൈവിലുള്ള പ്രോഗ്രാം എവിടെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ആ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ അവർക്ക് സാധിച്ചു. അതിന്റെ ഇടയ്ക്ക് ആപ്പിൾ സ്റ്റോറിൽ വർക്ക് ചെയ്തിരുന്ന ഒരു തടീനായ മുടിയൻ പെട്ടെന്ന് കയറി വരുന്നു. എന്നിട്ട് ചോദിക്കുന്നു, മാഡം, നിങ്ങൾക്ക് എന്റെ എന്തെങ്കിലും സഹായം വേണോ? പെട്ടെന്ന് നതാഷ അവളുടെ സൂത്രം പുറത്തെടുക്കുകയാണ്. നതാഷ ക്യാപ്റ്റനെ പിടിച്ചിട്ട് പറയുന്നു, ഏയ് വേണ്ട വേണ്ട, ഞങ്ങൾക്ക് ഹെൽപ്പ് ഒന്നും വേണ്ട, ഞങ്ങൾ ജസ്റ്റ് കല്യാണം കഴിക്കാൻ പോകുന്നവരാ. അപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂണിന് പോണല്ലോ, അതെവിടെ പോണെന്ന് നോക്കുകയായിരുന്നു. ക്യാപ്റ്റനും അതിനനുസരിച്ച് തലകുലുക്കി. അപ്പോഴാണെങ്കിൽ അയാൾക്ക് വേറെയും കുറെ കാര്യങ്ങൾ അറിയണം. അയാൾ പറയുന്നു, ആഹാ, എന്തായാലും നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ നല്ല സുന്ദര കുട്ടപ്പന. അതുപോട്ടെ, നിങ്ങൾ എവിടേക്ക് ഹണിമൂണിന് പോകുന്നതെന്ന് തീരുമാനിച്ചോ? നിന്റെ അപ്പച്ചിയുടെ തറവാട്ടിലേക്ക് എന്ന് പറയാനായിരുന്നു അവർക്ക് തോന്നിയത്. എന്നാലും ക്യാപ്റ്റൻ പറയുന്നു, യെസ് യെസ്, ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾ ഹണിമൂണിന് പോകുന്നത് ന്യൂ ജേഴ്സി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. എന്തുകൊണ്ടാണ് ക്യാപ്റ്റൻ ന്യൂ ജേഴ്സി എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ അവർക്ക് പോവേണ്ട സ്ഥലം ശരിക്കും ന്യൂജേഴ്സി തന്നെയാണ്. കാരണം അവിടെ നിന്നാണ് ഈ പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നത്. പെട്ടെന്ന് തടിയനായ മുടിയന്റെ മുഖഭാവം മാറി. ക്യാപ്റ്റന് മനസ്സിലായി പണിപാളി. അയാൾക്ക് നമ്മളെ മനസ്സിലായി. അയാൾ ക്യാപ്റ്റന്റെ മുഖത്തേക്ക് ചൂണ്ടിക്കൊണ്ട് പറയുന്നു, നിങ്ങൾ ഇട്ടിരിക്കുന്ന കണ്ണടയ്ക്ക് എത്ര വില? എനിക്ക് ഒരെണ്ണം വാങ്ങണമായിരുന്നു. ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ. ഇതങ്ങനെ ആപ്പോ കമ്പനിയിൽ നിന്നൊന്നും കിട്ടിയതല്ല, ഇത് കുന്നംകുളം പ്രൈവറ്റ് സെക്രട്ടറി ലിമിറ്റഡിൽ നിന്ന് കിട്ടിയതാണ്. അങ്ങനെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരയാളെ ദൂരേക്ക് മാറ്റുന്നു. ഇനി അവർക്ക് സുരക്ഷിതമായിട്ട് ഇവിടെ നിന്ന് ന്യൂജേഴ്സിയിലേക്ക് പോകണം. അവർ പുറത്തേക്ക് നടന്നു. അപ്പോഴാണ് ക്യാപ്റ്റൻ ശ്രദ്ധിക്കുന്നത്, ഷീൽഡിലെ ആളുകൾ അവരെ തേടി ആ സ്ഥലത്ത് വന്നു കഴിഞ്ഞു. ആദ്യത്തെ കുറച്ചു പേരിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നതാഷ ക്യാപ്റ്റനോട് തന്റെ തോളിൽ കൈയിട്ട് നടക്കാൻ പറയുന്നു. അപ്പോ ഒരുപക്ഷെ അവരുടെ നോട്ടം ഇവർക്ക് നേരെ വരില്ല. നതാഷ പറഞ്ഞത് ശരിയായിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് വേറൊരു സ്ഥലത്തെത്തിയപ്പോ മുന്നിക്കോടെ വരുന്നത് റംലോയാണ്. മുഖത്തേക്ക് നോക്കിയ റംലോക്ക് എന്തായാലും ക്യാപ്റ്റൻ
ക്യാപ്റ്റനെയും നതാഷയെയും മനസ്സിലാവും. അതുകൊണ്ട് നതാഷ വേറൊരു പ്ലാൻ ഇറക്കുകയാണ്. നതാഷ തിരിഞ്ഞു നിന്ന് ക്യാപ്റ്റനോട് പറയുന്നു, ക്യാപ്റ്റൻ എന്നെ കിസ് ചെയ്യും. ക്യാപ്റ്റനൊന്നും മനസ്സിലായില്ല. ക്യാപ്റ്റൻ പറയുന്നു, നതാഷ നീ എന്താ പറയുന്നത്? നമ്മൾ തമ്മിൽ അതിനങ്ങനെയൊന്നും ചേച്ചേ കിസ്സൊന്നും വേണ്ട. അപ്പൊ നതാഷ കിസ് ചെയ്യാൻ പറഞ്ഞതിന്റെ കാരണം പറഞ്ഞു കൊടുക്കുകയാണ്. ക്യാപ്റ്റൻ അവളുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് കിസ് ചെയ്യാൻ പറയുന്നത്. റംലോ കാലാകാലങ്ങളായിട്ട് സിംഗിൾ ആണ്. ക്യാപ്റ്റന് ന്യൂട്ടന്റെ 6ാമത്തെ ലോ അറിയില്ലല്ലോ. ആരെങ്കിലും പബ്ലിക്കായിട്ട് കിസ് ചെയ്യുന്നത് കണ്ടാൽ സിംഗിൾസിന്റെ കണ്ണ് നേരെ എതിർ ദിശയിലായിരിക്കും. അതുകൊണ്ട് കിസ് ചെയ്യാനാ പറഞ്ഞത്. അങ്ങനെ അവർ രണ്ടുപേരും കിസ് ചെയ്യുകയാണ്. നതാഷ പറഞ്ഞതുപോലെ തന്നെ റംലോ അവർ കിസ് ചെയ്യുന്നത് കണ്ട് കണ്ണ് തിരിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും വിദഗ്ധമായി പുറത്തു കടക്കുന്നു. എന്നിട്ട് അവിടെ കിടന്നിരുന്ന ഒരു കാർ എടുത്ത് ന്യൂ ജേഴ്സിയിലേക്ക് പോവുകയാണ്. നതാഷ ക്യാപ്റ്റനോട് ചോദിക്കുന്നു, ക്യാപ്റ്റൻ നിങ്ങൾ എന്നാണ് മോഷ്ടിക്കാനൊക്കെ പഠിച്ചത്? നല്ല അടിപൊളിയായിട്ട് കാർ മോഷ്ടിച്ചല്ലോ. ക്യാപ്റ്റൻ പറയുന്നു, നതാഷ ഇത് മോഷണമല്ല, നമ്മൾ ഈ കാറ് കടമെടുത്തിരിക്കുകയാണ് എന്ന് കരുതിയാൽ മതി. അതുകൊണ്ട് നതാഷ ആ മുകളിൽ കയറ്റി വെച്ചിരിക്കുന്ന കാലെടുത്ത് താഴേക്കിട്, വല്ലവന്റെയും കാറ. നതാഷ തമാശയ്ക്ക് ചോദിക്കുന്നു, ക്യാപ്റ്റൻ ഞാനൊരു കാര്യം ചോദിച്ചാൽ തെറ്റിദ്ധരിക്കരുത്. 1945 ശേഷമുള്ള ക്യാപ്റ്റന്റെ ആദ്യത്തെ കിസ്സായിരുന്നില്ലേ ഇത് ഞാനുമായിട്ട്? ക്യാപ്റ്റൻ ചോദിക്കുന്നു, അതെന്താ എന്റെ കിസ് അത്രയ്ക്ക് മോശമായിരുന്നോ? അല്ല ക്യാപ്റ്റൻ, ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ, ഞാൻ ചുമ്മാ ചോദിച്ചതാണ്. ക്യാപ്റ്റൻ തന്റെ വില പോവാതിരിക്കാൻ വേണ്ടി പറയുന്നു, നതാഷ നീ ഉദ്ദേശിച്ചത് അത് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കിപ്പോ 95 വയസ്സായി. അതുകൊണ്ട് എനിക്ക് കിസ് ചെയ്തൊക്കെ നല്ല പ്രാക്ടീസ് ഉണ്ട്. 1945 ശേഷമുള്ള എന്റെ ആദ്യത്തെ കിസ്സൊന്നും അല്ല ഇത്. നതാഷ പറയുന്നു, ക്യാപ്റ്റൻ 1945 തൊട്ട് ക്യാപ്റ്റൻ ഐസിലല്ലേ? ഐസിനെ പിടിച്ച് ഉമ്മ വെച്ച കാര്യമല്ല ചോദിച്ചത്. അവസാനം ക്യാപ്റ്റൻ പറയുന്നു, നതാഷ ശരിയാണ്, എനിക്കങ്ങനെ വിശ്വസിക്കാവുന്ന ആളുകൾ ജീവിതത്തിൽ അധികം ഉണ്ടായിട്ടില്ല. ഇപ്പോ നമ്മളെ തന്നെ കണ്ടില്ലേ, നമ്മൾ നല്ല ഫ്രണ്ട്സ് ആണ്. പക്ഷെ എന്റെ അത്ര ജീവിതാനുഭവങ്ങളുള്ള എനിക്ക് വളരെയധികം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളെ കണ്ടെത്താൻ വളരെ പാടാണ്. നതാഷ തലയാട്ടിക്കൊണ്ട് അത് ശരിയാണെന്ന് പറയുന്നു. അങ്ങനെ അവർ ന്യൂ ജേഴ്സിയിലുള്ള ആ സ്ഥലത്തെത്തുകയാണ്. പെൻഡ്രൈവിലേക്ക് പ്രോഗ്രാം കയറിയ ലൊക്കേഷൻ. ആ സ്ഥലം ക്യാപ്റ്റന് മുൻപേ പരിചയമുള്ള ഒരു സ്ഥലമായിരുന്നു. കാരണം 2ാം ലോക മഹായുദ്ധത്തിന്റെ കാലത്ത് ക്യാപ്റ്റന് ട്രെയിനിങ് നടന്ന ക്യാമ്പായിരുന്നു അത്. പഴയ ഓർമ്മകൾ ക്യാപ്റ്റന്റെ മനസ്സിലേക്ക് വീണ്ടും കടന്നു വരികയാണ്. അവിടെ വളരെ കഷ്ടപ്പെട്ട് എല്ലാവരെക്കാളും പിന്നിലായി ബുദ്ധിമുട്ടി ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്ന പണ്ടത്തെ സ്റ്റീവ് റോജേഴ്സ് ഒക്കെ ക്യാപ്റ്റന്റെ ഓർമ്മകളിലേക്ക് കടന്നു വരികയാണ്. ഒരു നിമിഷം ക്യാപ്റ്റൻ ആ പഴയ കാലത്തിലേക്ക് പോവുകയാണ്. അവരവിടെ തിരയാൻ തുടങ്ങുകയാണ്. അങ്ങനെ കുറച്ച് തിരഞ്ഞു കഴിഞ്ഞപ്പോ സാധാരണഗതിയിൽ അങ്ങനെ ഒരു സ്ഥലത്ത് വരാൻ പാടില്ലാത്തതുപോലെയുള്ള ഒരു കെട്ടിടം അവർ കാണുകയാണ്. ക്യാപ്റ്റൻ ആ കെട്ടിടത്തിന്റെ ലോക്ക് തകർക്കുകയാണ്. അവർ ഉള്ളി കയറുന്നു. അത് സത്യത്തിൽ ഷീൽഡിന്റെ പഴയ ഒരു കെട്ടിടമായിരുന്നു. അവിടെ ടോണി സ്റ്റാർക്കിന്റെ അച്ഛനായിട്ടുള്ള ഹോവാർഡ് സ്റ്റാർക്കിന്റെയും ക്യാപ്റ്റന്റെ സ്വന്തം പെഗ്ഗി കാർട്ടറിന്റെയും ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. ക്യാപ്റ്റൻ പെഗ്ഗിയുടെ ചിത്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നത് കണ്ട് നതാഷ ചോദിക്കുന്നു, ക്യാപ്റ്റൻ ഈ സ്ത്രീയെ ക്യാപ്റ്റൻ അറിയാമോ? ക്യാപ്റ്റൻ ഒന്നും പറയാതെ പോവുകയാണ്. നതാഷയ്ക്ക് മനസ്സിലായി ഇത് ക്യാപ്റ്റന് വേണ്ടപ്പെട്ട ആരോ ആണെന്ന്. വീണ്ടും കുറച്ചു നേരം അവിടെയൊക്കെ തിരഞ്ഞു കഴിഞ്ഞ് അവർ ഒരു ലിഫ്റ്റ് കണ്ടുപിടിക്കുകയാണ്. ആ ലിഫ്റ്റ് ഒരു പാസ്വേഡ് കൊണ്ട് ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. നതാഷയുടെ കയ്യിലുള്ള ഒരു ഹൈടെക് ഡിവൈസ് വെച്ച് ആ ലോക്ക് തുറന്ന് അവർ ലിഫ്റ്റിന്റെ ഉള്ളിൽ കയറി. ലിഫ്റ്റ് ചെന്ന് നിൽക്കുന്നത് പുതിയ ഒരു റൂമിലേക്കാണ്. അവർ അങ്ങോട്ട് കയറിയതും അവിടെയുള്ള ലൈറ്റുകളൊക്കെ തനിയെ കത്താൻ തുടങ്ങി. അവരുടെ നേരെ മുൻപിലായിട്ട് ഒരു പഴയ മോഡൽ കമ്പ്യൂട്ടർ ഇരിക്കുന്നു. പക്ഷെ നതാഷ അസ്വാഭാവികമായിട്ട് ഒരു കാര്യം ശ്രദ്ധിച്ചു. അത്ര പഴയ മോഡൽ കമ്പ്യൂട്ടർ ആണെങ്കിലും പെൻഡ്രൈവ് കുത്താനുള്ള ഒരു USB പോർട്ട് അത് ആ കമ്പ്യൂട്ടറിലുണ്ട്. നതാഷ തന്റെ കയ്യിലുള്ള പെൻഡ്രൈവ് ആ പോർട്ടിലേക്ക് കുത്തുകയാണ്. പെട്ടെന്ന് കമ്പ്യൂട്ടർ ഓൺ ആവുന്നു. കമ്പ്യൂട്ടർ ഓൺ ആയി കഴിഞ്ഞ് അതിൽ നിന്ന് ഒരു ശബ്ദം വരാൻ തുടങ്ങി. സ്റ്റീവൻ റോജേഴ്സ്, ജനനം 1918. നതാലിയ റോമനോഫ്, ജനനം 1984. ഈ കമ്പ്യൂട്ടർ എന്താ ജോൽസിന്മാരുടെ പോലെ എല്ലാം പറയുന്നത്? അതോ ഇനി നേരത്തെ റെക്കോർഡിംഗ് ചെയ്തു വെച്ച വോയിസ് ആണോ നമ്മൾ കേൾക്കുന്നത് എന്ന് നതാഷ ചോദിക്കുന്നു. അപ്പോൾ കമ്പ്യൂട്ടർ വീണ്ടും പറയുകയാണ്, അല്ല, ഞാനൊരു റെക്കോർഡിംഗ് അല്ല, നിങ്ങളോടിപ്പോ നേരിട്ട് ലൈവായാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാനിപ്പോ പഴയ രൂപത്തിലല്ലാത്തത് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് എന്നെ മനസ്സിലാവാത്തത്. പക്ഷേ ക്യാപ്റ്റൻ എന്നെ മനസ്സിലാവും. ഈ ചിത്രത്തിലേക്ക് നോക്കിയാൽ മതി. അത് കഴിഞ്ഞ് ആ കമ്പ്യൂട്ടർ ഒരു ചിത്രം കാണിക്കുകയാണ്. അത് കണ്ട് നമ്മളും ഞെട്ടും. അത് വേറെ ആരും ആയിരുന്നില്ല, പണ്ട് 1945 ഒരു ട്രെയിനിൽ വെച്ച് ക്യാപ്റ്റൻ പിടിച്ച റെഡ് സ്കളിന്റെ വലങ്കൈയായിട്ടുള്ള ഡോക്ടർ സോളയായിരുന്നു അത്. അതേ ട്രെയിനിൽ നിന്ന് താഴേക്ക് വീണാണ് ബക്കി മരിച്ചത്. അതും നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ക്യാപ്റ്റൻ ഇയാൾ അറിയാമോ എന്ന് നതാഷ ചോദിക്കുന്നു. ക്യാപ്റ്റൻ പറയുന്നു, എനിക്ക് ഇയാൾ അറിയാം. ഇയാളും ഹൈഡ്രയിൽ പ്രവർത്തിച്ചിരുന്ന റെഡ് സ്കളിന്റെ
വലങ്കൈയായിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇയാൾ ഇപ്പൊ ജീവനോടെ ഇരിക്കാൻ സാധ്യതയില്ല. ഇയാൾ എന്തായാലും മരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് കമ്പ്യൂട്ടറിൽ നിന്ന് വീണ്ടും ശബ്ദം പുറത്തേക്ക് വരുന്നു. ക്യാപ്റ്റൻ, നിങ്ങൾ പറഞ്ഞത് തെറ്റിപ്പോയി. ഞാൻ മരിച്ചിട്ടില്ല. ചുറ്റും നോക്കൂ, ഞാൻ പണ്ടത്തെക്കാളും എത്രയോ അധികമായി ജീവിക്കുകയാണ്. അത് കാണാൻ ക്യാപ്റ്റന് പറ്റുന്നില്ലേ? ഇനി നിങ്ങൾക്കറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അത് കഴിഞ്ഞ് ആ കമ്പ്യൂട്ടർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ക്യാപ്റ്റനും നതാഷയും ഞെട്ടിപ്പോവുകയാണ്. ആ ശബ്ദം പറയുന്നു, ക്യാപ്റ്റൻ, 1945 നിങ്ങൾ എന്നെ തടവിലാക്കി. കുറെ നാൾ ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെയിരുന്നു. പിന്നെ ഹൈഡ്രയെ തകർത്തു കഴിഞ്ഞ് ഷീൽഡ് എന്ന് പറയുന്ന സംഘടന നിലവിൽ വന്നു. അന്ന് അവർക്ക് ബുദ്ധിമാന്മാരായ ആളുകളെ ആവശ്യമായിരുന്നു. അവർ കരുതി എന്നെ അവരുടെ ടീമിലേക്ക് എടുത്താൽ നന്നായിരിക്കുമെന്ന്. എന്നെ അവർ ഷീൽഡിൽ ചേർത്തു. ഞാനും അവർക്ക് ഗുണമുണ്ടാവാനായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ എന്നും ഹൈഡ്രയെ സേവിക്കുന്നവനായിരുന്നു. അത് പാവം ഷീൽഡിലുള്ളവർ അറിഞ്ഞില്ല. ഷീൽഡ് അറിയാതെ ഷീൽഡിന്റെ ഉള്ളിൽ തന്നെ നിന്ന് ഞാൻ ഹൈഡ്ര ഓർഗനൈസേഷന് വീണ്ടും തുടക്കമിട്ടു. ആർക്കും സംശയം തോന്നാതെ. 1972 ഒരു അസുഖം വന്ന് ഞാൻ മരണക്കിടക്കയിലായി. ഡോക്ടർമാർ പറഞ്ഞു എന്നെ രക്ഷിക്കാനാവില്ലെന്ന്. ശരിയാണ്, മെഡിക്കൽ സയൻസിന് എന്നെ രക്ഷിക്കാൻ പറ്റിയില്ല. പക്ഷെ ഷീൽഡിന് എന്റെ തലച്ചോറ് ആവശ്യമായിരുന്നു. എന്റെ ബുദ്ധി അവർക്ക് ആവശ്യമായിരുന്നു. അവർ എന്റെ തലച്ചോറ് വളരെ ഭംഗിയായി ഒരു കമ്പ്യൂട്ടറിനുള്ളിലേക്ക് പകർത്തി. ആ തലച്ചോറിലാണ് നിങ്ങളിപ്പോ നിൽക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. ക്യാപ്റ്റൻ ഞെട്ടിപ്പോയി. ഇവരിപ്പോ സംസാരിക്കുന്നത് പണ്ടത്തെ ആ ഡോക്ടർ സോളയോടാണ്. അദ്ദേഹത്തിന്റെ തലച്ചോറിനെ ഒരു കമ്പ്യൂട്ടറിലേക്ക് പകർത്തിയിരിക്കുകയാണ്. ഡോക്ടർ സോള തുടരുന്നു, ക്യാപ്റ്റൻ, അങ്ങനെ മരണത്തിന് ശേഷവും ഞാൻ ഷീൽഡിൽ ഹൈഡ്രയുടെ വേരുകൾ പിടിപ്പിക്കാൻ തുടങ്ങി. റെഡ് സ്കള്ളിന്റെ കാലത്ത് നടന്ന യുദ്ധത്തിൽ നിന്ന് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ആളുകളുടെ സ്വാതന്ത്ര്യം പരസ്യമായി വലിച്ചെടുക്കാൻ ശ്രമിച്ചാൽ അവർ തിരിച്ചടിക്കും. അതുകൊണ്ട് അവരറിയാതെ രഹസ്യമായി തന്നെ അവരുടെ സ്വാതന്ത്ര്യം പിടിച്ചെടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ലോകത്ത് ഇന്നുവരെ നടന്ന പല കലാപങ്ങളിലും ഹൈഡ്രയുടെ കൈകളുണ്ട്. ഇന്ന് ഷീൽഡിനെ ജനങ്ങൾക്ക് വിശ്വാസമാണ്. പക്ഷെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഹൈഡ്രയുടെ ആളുകളും. അതാരും അറിയുന്നില്ല. ഇന്ന് ജനങ്ങൾ അവരുടെ ഇഷ്ടത്തോടെ തന്നെ അവരുടെ സ്വാതന്ത്ര്യം വേണ്ടെന്ന് വെക്കും. ഷീൽഡിന്റെ അല്ല, ഹൈഡ്രയുടെ പുതിയ പ്രൊജക്റ്റാണ് പ്രൊജക്ട് ഇൻസൈറ്റ്. അത് കഴിഞ്ഞ് ഓരോ ജനങ്ങളും ഹൈഡ്രയെ പേടിച്ചു കഴിയേണ്ടി വരും. മാത്രമല്ല, ഹൈഡ്രയ്ക്ക് വേണ്ടി ഞാനൊരു അൽഗോരിതം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു പുതിയ പ്രോഗ്രാം. ആ പ്രോഗ്രാം അനുസരിച്ചാണ് പ്രൊജക്ട് ഇൻസൈറ്റ് നടക്കുക. പ്രൊജക്ട് ഇൻസൈറ്റിലെ ആയുധങ്ങളെല്ലാം ആ പ്രോഗ്രാമിനനുസരിച്ചായിരിക്കും നിയന്ത്രിക്കപ്പെടുക. നതാഷ പേടിയോടെ ചോദിക്കുന്നു, എന്ത് അൽഗോരിതം, എന്ത് പ്രോഗ്രാമിന്റെ കാര്യമാണ് നിങ്ങൾ പറയുന്നത്? ആ പ്രോഗ്രാം എന്താണ് ചെയ്യുക? ഡോക്ടർ സോള പറയുന്നു, അതിന്റെ ഉത്തരം വളരെ രസകരമാണ്. അതെനിക്ക് നിങ്ങളോട് പറയണമെന്നുമുണ്ട്. പക്ഷേ നിങ്ങൾക്കിനി സമയമില്ല. കാരണം ഞാൻ ഇതൊക്കെ പറഞ്ഞ് നിങ്ങളുടെ സമയം കളയുകയായിരുന്നു. നിങ്ങളിവിടെ വന്ന സമയം മുതൽ എന്റെ പ്രോഗ്രാം ഉപയോഗിച്ച് ഷീൽഡിന്റെ ഒരു മിസൈൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഞാനും ക്യാപ്റ്റനുമടക്കം എല്ലാം തന്നെ ആ മിസൈൽ കാരണം ഇല്ലാതെയാകും. അതിവിടെ വരാനെടുക്കുന്ന സമയം വരെ നിങ്ങളെ ഇവിടെ നിർത്താൻ വേണ്ടിയാണ് ഇത്രയും നേരം ഈ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങളുടെ സമയം കളഞ്ഞത്. ഞങ്ങളെ എതിർത്തവരെയൊക്കെ ഞങ്ങൾ ഇല്ലാതാക്കി ക്യാപ്റ്റൻ. അതുപോലെ ഇന്ന് ക്യാപ്റ്റനും എനിക്കും ഒരുമിച്ച് മരണം. ഹൈഡ്രക്കെതിരെ നിന്നവരെയൊക്കെ ഇല്ലാതാക്കിയെന്ന് പറയുമ്പോൾ അതിൽ ഹൊവാർഡ് സ്റ്റാർക്കിനെയും കാണിക്കുന്നുണ്ട്, നിക് ഫ്യൂറിയെയും ഒക്കെ കാണിക്കുന്നുണ്ട്. അതായത് അവരുടെയൊക്കെ മരണം ഒരുപക്ഷെ ഒരു കൊലപാതകമായിരിക്കാം. ഹൈഡ്രയുടെ ആളുകൾ ചെയ്ത ആസൂത്രിതമായ കൊലപാതകം. നതാഷയുടെ കയ്യിലുള്ള ഡിവൈസിൽ അവർക്ക് നേരെ ഒരു മിസൈൽ വരുന്നുണ്ടെന്നും 30 സെക്കൻഡിനുള്ളിൽ അതവരെ തകർക്കുമെന്നുമുള്ള ഒരു നോട്ടിഫിക്കേഷൻ വരികയാണ്. ആ മിസൈൽ അയച്ചിരിക്കുന്നത് ഷീൽഡും. അപ്പോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഷീൽഡിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് പേർ ഹൈഡ്രയ്ക്ക് വേണ്ടി ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് പല നിർദ്ദേശങ്ങളും പല സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഡോക്ടർ സോളയുടെ മൈൻഡാണ്. പുതിയ പ്രൊജക്ട് ഇൻസൈറ്റിൽ പോലും ഡോക്ടർ സോള എഴുതിയ ഒരു പ്രോഗ്രാം അനുസരിച്ചാണ് പലതും നടക്കാൻ പോകുന്നത്. 30 സെക്കൻഡിനുള്ളിൽ മിസൈൽ ഇവരെ തേടിയെത്തും. ക്യാപ്റ്റൻ പിന്നെ സമയം കളഞ്ഞില്ല. ആകെയുള്ള 30 സെക്കൻഡിൽ നിന്ന് ഓരോ സെക്കൻഡ് പോകുന്തോറും അവർ മരിക്കാനുള്ള സാധ്യത വളരെ കൂടും. ക്യാപ്റ്റൻ ഉടനെ തന്നെ നതാഷയെ കൊണ്ട് അവിടെ നിലത്ത് തറയിലുണ്ടായിരുന്ന ഒരു പ്രത്യേക അറയിലേക്ക് ചാടി കയറുകയാണ്. ആ നിമിഷം തന്നെ സോള പറഞ്ഞതുപോലെ ഒരു മിസൈൽ വന്ന് ആ കെട്ടിടമാകെ തകർക്കുകയാണ്. 30 seconds tops. Who fired it? Shield.
കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ ക്യാപ്റ്റന്റെയും നതാഷയുടെയും മേലേക്ക് വീഴാൻ തുടങ്ങി. ക്യാപ്റ്റൻ തന്റെ ഷീൽഡ് വെച്ച് അതൊക്കെ തടുക്കുകയാണ്. ഒരു വിധത്തിൽ അവരാ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അതെല്ലാം കഴിഞ്ഞ് ഇനി ഇവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ലെന്ന് കണ്ട ക്യാപ്റ്റൻ കുറച്ച് പരിക്കുകൾ പറ്റിയ നതാഷയെ കൊണ്ട് അവിടെ നിന്ന് ഓടി മറയുകയാണ്. കുറച്ചു കഴിഞ്ഞ് ഷീൽഡിലെ ആളുകൾ അവിടെ വരികയാണ്. ഇനി അത് ഷീൽഡിലെ ആളുകളാണെന്ന് പറയുന്നതിനേക്കാൾ ഹൈഡ്രയുടെ ആളുകളാണെന്ന് പറയുന്നതായിരിക്കും ശരി. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് അലക്സാണ്ടർ പിയേഴ്സും വേറെ ഒരാളും കൂടി അലക്സാണ്ടർ പിയേഴ്സിന്റെ വീട്ടിൽ ഒരു മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നിങ്ങൾക്ക് വലിയൊരു കാര്യം മനസ്സിലാവുക. അലക്സാണ്ടർ പിയേഴ്സിന്റെ കൂടെ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരുന്നത് വേറെ ആരുമല്ല, അത് വിന്റർ സോൾജർ ആയിരുന്നു. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ആ പുതിയ വില്ലൻ. അലക്സാണ്ടർ പിയേഴ്സ് വിന്റർ സോൾജറിനോട് പറയുന്നു, നിനക്ക് ചെയ്യാൻ പുതിയൊരു ജോലി കൂടി തരാൻ പോവുകയാണ്. നമ്മൾക്ക് പുതിയ 2 ഇരകളെ കൂടി കൊല്ലണം. ക്യാപ്റ്റനും നതാഷയും നിനക്കുള്ള പുതിയ 2 ഇരകളാണ് അവർ. നിന്റെ ഇരകൾ. അവർ കാരണം ഡോക്ടർ സോളയും ഇല്ലാതായിരിക്കുന്നു. എനിക്ക് 10 മണിക്കൂറിനകം അവർ 2 പേരുടെയും മരണവാർത്ത കേൾക്കണം. നീ ഇപ്പോൾ തന്നെ പുറപ്പെടണം. അതായത് വിന്റർ സോൾജറിനോട് അലക്സാണ്ടർ പിയേഴ്സ് ക്യാപ്റ്റനെയും നതാഷയെയും കൊല്ലാൻ പറയുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യമൊക്കെ മനസ്സിലായില്ലേ? ഡോക്ടർ സോള ഷീൽഡിന്റെ ഉള്ളിൽ ഹൈഡ്ര ഉണ്ടാക്കി. ആ ഹൈഡ്രയുടെ ഇപ്പോഴത്തെ ഹെഡാണ് അലക്സാണ്ടർ പിയേഴ്സ്. ഈ കാര്യം ഷീൽഡിലെ ആർക്കും അറിയില്ല. നിക് ഫ്യൂറിക്കും അറിയില്ല, വേൾഡ് സെക്യൂരിറ്റി കൗൺസിലിനും അറിയില്ല. അലക്സാണ്ടർ പിയേഴ്സ് ആണ് ഇപ്പോൾ ഹൈഡ്രയെ ഷീൽഡിന്റെ ഉള്ളിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. റംലോയും അയാളുടെ ആളുകളും അലക്സാണ്ടർ പിയേഴ്സൺ പറയുന്നതാണ് കേൾക്കുന്നത്. അലക്സാണ്ടർ പിയേഴ്സൺ പറഞ്ഞിട്ടാണ് നിക് ഫ്യൂറിയെ കൊന്നുകളഞ്ഞത്. അലക്സാണ്ടർ പിയേഴ്സൺ പറഞ്ഞിട്ടാണ് ക്യാപ്റ്റനെ കൊല്ലാൻ നോക്കിയത്. അലക്സാണ്ടർ പിയേഴ്സ് പറയുന്നതാണ് വിന്റർ സോൾജർ കേൾക്കുന്നത്. അലക്സാണ്ടർ പിയേഴ്സണും വിന്റർ സോൾജറും റംലോയും അയാളുടെ ആളുകളുമെല്ലാം ഷീൽഡിനുള്ളിലെ ഹൈഡ്രയുടെ ആളുകളാണ്. പെട്ടെന്ന് പിയേഴ്സിന്റെ വീട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീ അങ്ങോട്ട് കടന്നു വന്ന് മറന്നു വെച്ചുപോയ അവരുടെ ഫോൺ എടുക്കാൻ പോവുകയാണ്. അവർ പിയേഴ്സിനെയും വിന്റർ സോൾജറിനെയും ഒരുമിച്ച് കാണുന്നു. അവൾ ഞെട്ടിപ്പോയി. അലക്സാണ്ടർ പിയേഴ്സൺ പറയുന്നു, ശ്ശേ, എന്താണ് നിങ്ങൾ ചെയ്തത്? ഒന്ന് കതകിൽ മുട്ടിയിട്ട് വന്നുകൂടെ നിങ്ങൾക്ക്? അതുകൊണ്ടിപ്പോ നിങ്ങളുടെ ജീവിതം തീരാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് തന്റെ രഹസ്യം മനസ്സിലാക്കിയ ആ പാവം സ്ത്രീയെ അലക്സാണ്ടർ പിയേഴ്സൺ അവിടെ വെച്ച് വെടിവെച്ച് കൊല്ലുന്നു. എല്ലാത്തിന്റെയും പിന്നിൽ ഇയാളായിരുന്നു. ഈ സമയത്ത് സാം എന്നത്തെയും പോലെ രാവിലെ ഓടി തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു വരികയാണ്. വാതിലിൽ മുട്ടുകേൾക്കുന്നു. അത് തുറന്നു നോക്കുമ്പോൾ അത് ക്യാപ്റ്റനും നതാഷയുമാണ്. ക്യാപ്റ്റനും നതാഷയ്ക്കും ഇപ്പോ പോവാനായിട്ട് വേറെ സ്ഥലമൊന്നുമില്ല. എല്ലാ സ്ഥലത്തും ഹൈഡ്രയുടെ ആളുകൾ ഇവരെ 2 പേരെയും ഇല്ലാതാക്കാൻ വേണ്ടി നടക്കുകയാണ്. മാത്രമല്ല ഇവരുടെ കയ്യിൽ വേറെ ആയുധങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഇവർ സാമിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. സാം സന്തോഷത്തോടെ അവരെ 2 പേരെയും സ്വീകരിക്കുന്നു. എന്നിട്ട് സാമിനെ അവർക്ക് 2 പേർക്കും വിശ്വസിക്കാം എന്ന് പറയുന്നു. കാരണം ആരെയൊക്കെ വിശ്വസിക്കണം, ആരെയൊക്കെ വിശ്വസിക്കരുത് എന്ന് ക്യാപ്റ്റന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. സാം അവർക്ക് വേണ്ട ഭക്ഷണവും സൗകര്യങ്ങളും ഒക്കെ ഒരുക്കി കൊടുക്കുകയാണ്. നതാഷ വിഷമിച്ചിരിക്കുന്നത് കണ്ട് ക്യാപ്റ്റൻ ചോദിക്കുന്നു, എന്തു പറ്റി നതാഷ? നതാഷ പറയുന്നു, ക്യാപ്റ്റൻ, ഒരു നല്ല പാത തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഷീൽഡിൽ ചേർന്നത്. പക്ഷേ ഇന്ന് വരെ ഞാൻ ഷീൽഡിന് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ ഹൈഡ്രയ്ക്കും വേണ്ടി കൂടിയായിരുന്നു എന്നാണ് എന്റെ സംശയം. അതുകൊണ്ട് എനിക്കിപ്പോ കുറ്റബോധം തോന്നുകയാണ്. ക്യാപ്റ്റൻ നതാഷയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നു, നതാഷ, നീ നല്ലതിനു വേണ്ടിയാണ് ഷീൽഡിൽ ചേർന്നത്. നല്ലതിനു വേണ്ടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. സത്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴല്ലേ അറിഞ്ഞത്. അതുകൊണ്ട് അധികം കുറ്റബോധത്തിന്റെ ആവശ്യമില്ല. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നതാഷ ചോദിക്കുന്നു, ക്യാപ്റ്റൻ, നിങ്ങൾ ഇന്ന് എന്റെ ജീവൻ രക്ഷിച്ചു. ഞാൻ നിങ്ങളോട് എന്നും കടപ്പെട്ടിരിക്കും. അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് ക്യാപ്റ്റൻ പറയുന്നു. നതാഷ വീണ്ടും ചോദിക്കുകയാണ്, ഞാൻ ക്യാപ്റ്റനോട് എന്നും സത്യസന്ധയായിരിക്കും. ഞാൻ വിശ്വസിക്കാൻ പറ്റിയവളാണ് എന്ന് ക്യാപ്റ്റന് തോന്നുന്നുണ്ടോ? അതോ ഞാനും ഹൈഡ്രയുടെ ആളാണെന്ന് ക്യാപ്റ്റന് സംശയമുണ്ടോ? ക്യാപ്റ്റൻ ഒട്ടും ആലോചിക്കാതെ പറയുന്നു, നതാഷ, ഞാൻ കള്ളം പറയാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, നിന്നെ എനിക്കിപ്പോൾ പൂർണ്ണ വിശ്വാസമാണ്. നമ്മൾക്ക് ഇനി ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി ആലോചിക്കാം. അവർ തമ്മിൽ ചർച്ച ചെയ്തപ്പോ 2 കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി. ഷീൽഡിന്റെ ഒരു മിസൈൽ വിടാൻ എല്ലാവർക്കൊണ്ടും പറ്റില്ല. അതിനുള്ള അനുമതി കൊടുക്കാൻ ഒരാൾക്കേ പറ്റൂ, അലക്സാണ്ടർ പിയേഴ്സൺ. അപ്പോ അയാൾ ഹൈഡ്രയുടെ ആളാണ്. മാത്രമല്ല ലുമേറിയൻ സ്റ്റാർ കപ്പലിൽ കപ്പൽ ജീവനക്കാരല്ലാതെ ഒരു ഹൈടെക് ഉദ്യോഗസ്ഥനും കൂടി ഉണ്ടായിരുന്നു, ജാസ്പർ സിറ്റ്വെൽ. അയാൾ എന്തിനാണ് ലുമേറിയൻ സ്റ്റാർ കപ്പലിൽ പോയത്? അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പോ അയാളും അലക്സാണ്ടർ പിയേഴ്സന്റെ ആളാണ്. അപ്പോ ജാസ്പർ സിറ്റ്വെലിനെ എങ്ങനെയെങ്കിലും പിടിക്കുകയാണെങ്കിൽ അയാളെ കൊണ്ട്
കൊണ്ട് സത്യങ്ങളൊക്കെ പറയിപ്പിക്കാം. പക്ഷേ പകൽ വെളിച്ചത്തിൽ അയാളെ തട്ടിക്കൊണ്ടു പോവുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഇതെങ്ങനെ ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് സാം പറയുന്നത്, ക്യാപ്റ്റൻ, ആ കാര്യം ഞാൻ ഏറ്റു. അതെങ്ങനെ സാധിക്കും എന്ന് ക്യാപ്റ്റൻ ചോദിക്കുന്നു. അപ്പോഴാണ് വേറൊരു കാര്യം മനസ്സിലാവുന്നത്. സാം റിട്ടയർ ആയി എന്ന് പറഞ്ഞു. പണ്ട് അയാൾ ചെയ്തിരുന്നത് ഒരു പാരാ റെസ്ക്യൂമാന്റെ ജോബാണ്. ഇപ്പൊ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആളുകൾക്ക് ആശ്വാസം നൽകുന്ന കൗൺസിലിംഗ് ആണ്. പക്ഷേ കൗൺസിലിംഗിന്റെ ഒപ്പം മറ്റൊന്നും ചെയ്യുന്നില്ല എന്ന് സാം പറഞ്ഞിരുന്നില്ല. ചില മിലിറ്ററി ഓപ്പറേഷനുകളിൽ സാം പങ്കെടുക്കാറുണ്ടായിരുന്നു. ആ ഓപ്പറേഷൻസിൽ പങ്കെടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക തരം സ്യൂട്ട് ധരിച്ചാണ് സാം പോവാറുള്ളത്. അഡ്വാൻസ്ഡ് പേഴ്സണൽ ഫ്ലൈയിങ് സ്യൂട്ട്സ്, അല്ലെങ്കിൽ ശരീരത്തിൽ ഘടിപ്പിച്ചു വെക്കാൻ പറ്റുന്ന പറക്കാനുള്ള കഴിവ് നൽകുന്ന ഒരു പ്രത്യേക തരം ചിറക് പോലെയുള്ള ഉപകരണം. ഇതൊക്കെ ഉപയോഗിച്ച് ജാസ്പർ സിറ്റ്വെലിനെ തട്ടിക്കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഏറ്റുവെന്ന് സാം ക്യാപ്റ്റനോട് പറയുകയാണ്. ക്യാപ്റ്റൻ അത് സമ്മതിക്കുന്നു. അടുത്ത സീനിൽ ജാസ്പർ സിറ്റ്വെൽ ഏതോ ഒരു മീറ്റിംഗ് കഴിഞ്ഞിറങ്ങി വരികയാണ്. അയാളുടെ ഒപ്പം സ്റ്റേൺ എന്ന് പറയുന്ന ഒരു അധികാരിയുമുണ്ട്. ഇവർ ആരും കാണാതെ പരസ്പരം ഹെയിൽ ഹൈഡ്ര എന്ന് പറയുകയാണ്. അതായത് ഹൈഡ്ര വിജയിക്കട്ടെ. അപ്പൊ ജാസ്പർ സിറ്റ്വെലും ഹൈഡ്രയുടെ ആളാണ്, സ്റ്റേണും ഹൈഡ്രയുടെ ആളാണ്. അത് കഴിഞ്ഞ് ജാസ്പറിന് ഒരു കോൾ വരുന്നു. കോൾ എടുത്തിട്ട് ആരാ എന്ന് ചോദിക്കുമ്പോ വലത്തോട്ട് തിരിഞ്ഞു നോക്കിയാൽ കൂളിംഗ് ഗ്ലാസ് വെച്ച് ഒരു സുന്ദരൻ ഇരിക്കുന്നത് കാണാം. അതാണ് ഞാൻ എന്ന് ഒരു ശബ്ദം കേൾക്കുന്നു. ജാസ്പർ സിറ്റ്വെൽ തിരിഞ്ഞു നോക്കിയപ്പോ അത് സാം ആയിരുന്നു. സാം പറയുന്നു, മിസ്റ്റർ ജാസ്പർ, നിങ്ങൾ കുറച്ചു നേരം ഞങ്ങളുടെ കൂടെ ഒന്ന് വരണം. കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനാ, വേറെ ഒന്നിനുമല്ല. എന്റെ അടുത്ത് കാണുന്ന ഈ കാറിലേക്ക് നിങ്ങൾ മര്യാദയ്ക്ക് വന്ന് കയറണം. ജാസ്പർ സിറ്റ്വെൽ ചോദിക്കുന്നു, അതിന് നീ ഏതാ? ഞാൻ എന്തിനു നീ പറയുന്നതൊക്കെ കേൾക്കുന്നേ? സാം പറയുന്നു, മിസ്റ്റർ ജാസ്പർ സിറ്റ്വെൽ, നിങ്ങളുടെ ടൈ ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിലൊരു ഓട്ട വീഴ്ത്തണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. അതുകൊണ്ടാണ് പറയുന്നത്, മര്യാദയ്ക്ക് വന്ന് കാറി കയറ്. ജാസ്പർ തന്റെ ടൈയിലേക്ക് നോക്കി. അതിൽ ഒരു ചുവന്ന കുത്ത് കാണാം. അതെന്താണെന്ന് വെച്ചാൽ നതാഷയും ക്യാപ്റ്റനും എവിടെയോ മാറിയിരുന്ന് ഒരു ലേസർ ഗൺ വെച്ച് അയാളെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയിന്റ് ചെയ്തിരിക്കുകയാണ്. ജാസ്പറിന് മനസ്സിലായി, ഇപ്പൊ ഇവരുടെ കൂടെ പോയില്ലെങ്കിൽ ടൈയിൽ ഒരു ഓട്ട വീഴും. സാം പറഞ്ഞതുപോലെ വില കൊടുത്ത് വാങ്ങിച്ച ടൈ ആണ്, അത് കേടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജാസ്പർ സിറ്റ്വെൽ പോയി കാറി കയറുന്നു. ക്യാപ്റ്റനും നതാഷയും കൂടി ജാസ്പർ സിറ്റ്വെലിനെ ഒരു വലിയ കെട്ടിടത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അയാൾക്ക് ലുമേറിയൻ സ്റ്റാറിൽ എന്തായിരുന്നു പണിയെന്നും പ്രൊജക്ട് ഇൻസൈറ്റ് വെച്ച് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും എന്താണ് ഡോക്ടർ സോളയുടെ പദ്ധതിയെന്നും ചോദിക്കുകയാണ്. പക്ഷെ അയാൾ ഒന്നും പറയുന്നില്ല. ക്യാപ്റ്റൻ അയാളെ പിടിച്ച് കെട്ടിടത്തിന്റെ തുമ്പത്ത് കൊണ്ട് നിർത്തുന്നു. അയാൾ പുച്ഛത്തോടെ പറയുന്നു, ക്യാപ്റ്റൻ, നിങ്ങൾ എന്നെ തട്ടി താഴെയിടില്ല എന്ന് എനിക്കറിയാം. കാരണം നിങ്ങളൊരു നല്ലവനാണ്, വളരെ നല്ലവൻ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യില്ല. എന്നെ പേടിപ്പിക്കാമെന്നും വിചാരിക്കേണ്ട. ക്യാപ്റ്റൻ പറയുന്നു, നീ പറഞ്ഞത് ശരിയാണ്, അതെന്റെ സ്റ്റൈലല്ല. പക്ഷെ എന്റെ കൂടെ നിൽക്കുന്നവളുണ്ടല്ലോ, അവൾ അതല്ല, അതിനപ്പുറവും ചെയ്യും. ക്യാപ്റ്റൻ ജാസ്പറിന്റെ പിടിവിടുന്നു. നതാഷ അയാളുടെ നെഞ്ചാങ്കൂട് നോക്കി ഒരൊറ്റ ചവിട്ട്. അയാൾ നേരെ താഴേക്ക് വീഴുകയാണ്. അലറി വിളിച്ച് താഴേക്ക് വീണ അയാളെ സാം തന്റെ പറക്കുന്ന സ്യൂട്ടിൽ തൂക്കി പിടിച്ച് മുകളിലേക്ക് തന്നെ കൊണ്ടുവരികയാണ്. ജാസ്പർ സിറ്റ്വെൽ ആകെ പേടിച്ചരണ്ടിരിക്കുകയാണ്. അയാൾക്ക് ഏകദേശം വീഗാലാൻഡിൽ പോയി റോളർ കോസ്റ്ററിൽ കയറിയ അനുഭവമായിരുന്നു. ക്യാപ്റ്റൻ വീണ്ടും അയാളുടെ അടുത്തേക്ക് വരികയാണ്. അയാൾ പറയുന്നു, ഹേയ് വേണ്ട വേണ്ട വേണ്ട, നിങ്ങളെ കൊണ്ട് ഇനി എന്നെ പേടിപ്പിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഓൾറെഡി മാക്സിമം പേടിച്ചെന്റെ മാക്സിമം മൂത്രം പോയിരിക്കുകയാണ്. ഞാനെല്ലാം പറയാം. ജാസ്പർ സിറ്റ്വെൽ അവരോട് തുറന്നു പറഞ്ഞ കാര്യങ്ങൾ കേട്ട് എല്ലാവരും ഞെട്ടിത്തെരിച്ചുപോയി. ജാസ്പർ പറയുന്നു, നിങ്ങൾ പറയുന്ന സോളയുടെ പ്രോഗ്രാം അത് മിഷൻ ഇൻസൈറ്റിൽ വെക്കാനുള്ളതാണ്. മിഷൻ ഇൻസൈറ്റിൽ ആ പ്രോഗ്രാം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇരകളെ ഞങ്ങൾക്ക് ഈസിയായി കൊന്നുകളയാം. ക്യാപ്റ്റൻ ചോദിക്കുന്നു, ഇരകളോ? ആരാണ് ഈ ഇരകൾ? ജാസ്പർ പറയുന്നു, ഇരകൾ ഒരുപാടുണ്ട്. നീ, ഇവൾ, ഹൈഡ്രക്കെതിരെ പറയുന്ന TV അവതാരകർ, വിദ്യാർത്ഥികൾ, ബ്രൂസ് ബാനർ, മന്ത്രിമാർ, അങ്ങനെ ഹൈഡ്രയ്ക്ക് ഭാവിയിൽ ദോഷമായി വരാവുന്ന ആരൊക്കെയാണോ അവരെയൊക്കെ കൊന്നു തള്ളാനാണ് മിഷൻ ഇൻസൈറ്റ്. ക്യാപ്റ്റൻ ചോദിക്കുന്നു, നീ എന്താണ് ഈ പറയുന്നത്? ഒരു വിദ്യാർത്ഥി എങ്ങനെയാണ് ഹൈഡ്രയ്ക്ക് ഭീഷണിയാവുക? ഇനി ഭാവിയിൽ അവർ ഹൈഡ്രയ്ക്ക് ഭീഷണിയാവുന്നുണ്ടെങ്കിൽ തന്നെ അതെങ്ങനെയാണ് ഹൈഡ്രയ്ക്ക് ഇപ്പോഴേ അറിയാൻ സാധിക്കുന്നത്? ജാസ്പർ ചിരിച്ചുകൊണ്ട് പറയുന്നു, ക്യാപ്റ്റൻ, നിങ്ങളൊരു പഴഞ്ചനാണ്. നിങ്ങൾക്കൊന്നും അറിയില്ല. ഹൈഡ്രയുടെ പ്ലാനുകൾ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അപകടകരമാണ്. എന്തുകൊണ്ട് ഭാവിയെക്കുറിച്ച് അറിയാൻ പറ്റില്ല? ഒരാളുടെ ബാങ്ക് റെക്കോർഡുകൾ, മെഡിക്കൽ റിപ്പോർട്ടുകൾ, അയാൾ ആർക്ക് വോട്ട് ചെയ്യുന്നു, അയാളുടെ ഇമെയിലുകൾ, അയാളുടെ ഫോൺ കോളുകൾ, അയാളുടെ പരീക്ഷാ ഫലങ്ങൾ, അയാൾ കൊടുക്കുന്ന ഇന്റർവ്യൂകൾ, ചെയ്യുന്ന ജോലികൾ തുടങ്ങിയ എല്ലാം ഹൈഡ്രയുടെ കയ്യിൽ ഈ വിവരങ്ങളെല്ലാം ഉണ്ട്. സോളയുടെ അൽഗോരിതം ഈ വിവരങ്ങളെല്ലാം നന്നായി പരിശോധിക്കും. അത് കഴിഞ്ഞ്
ആ പ്രോഗ്രാം തിരഞ്ഞെടുക്കും. ആരൊക്കെയാണ് ഭാവിയിൽ ഹൈഡ്രയ്ക്ക് ദോഷമായി വരിക എന്ന്. എന്നിട്ട് ഹൈഡ്രയ്ക്ക് ദോഷമായി വരാൻ പോകുന്നവരെയൊക്കെ അല്ലെങ്കിൽ ദോഷമായി നിൽക്കുന്നവരെയൊക്കെ ഇപ്പോഴേ നിമിഷങ്ങൾ കൊണ്ട് കൊന്നു തള്ളാനാണ് പ്രോജക്ട് ഇൻസൈറ്റിന്റെ പ്ലാൻ. നോ, ഞാനിതൊന്നും പറയാൻ പാടില്ലായിരുന്നു. ഇനി ഹൈഡ്ര കൊല്ലാൻ പോകുന്നത് എന്നെയായിരിക്കും. ജാസ്പർ സിറ്റ്വെൽ അറിയാതെ പേടിച്ച് ഹൈഡ്രയുടെ പ്ലാനുകളൊക്കെ ക്യാപ്റ്റനോട് പറഞ്ഞു. അയാളുടെ പണി ഹൈഡ്ര തീർക്കുമെന്ന് അയാൾക്ക് മനസ്സിലായി. ഇനി സമയം അധികമില്ല എന്ന് ക്യാപ്റ്റന് മനസ്സിലായി. ഒരു കാര്യം ക്യാപ്റ്റനും നതാഷയും തീരുമാനിച്ചു. എത്രയും പെട്ടെന്ന് ജാസ്പർ സിറ്റ്വെലിനെ ഷീൽഡിന്റെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് എല്ലാവരും അറിയേ അയാളെ കൊണ്ട് സത്യങ്ങളെല്ലാം പറയിക്കണം. പ്രൊജക്ട് ഇൻസൈറ്റ് നിർത്തലാക്കണം. അതിനുവേണ്ടി ജാസ്പറിനെ കൊണ്ട് അവരൊരു കാറിൽ ഷീൽഡിന്റെ കേന്ദ്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജാസ്പർ സിറ്റ്വെൽ പേടിച്ചു പറയുന്നു, നിങ്ങൾ എന്നെ കൊണ്ട് സത്യം പറയിപ്പിച്ചു. ഹൈഡ്രയുടെ വിവരങ്ങൾ ചോരുന്നത് ഹൈഡ്ര ഒരു കാരണം കൊണ്ട് ക്ഷമിക്കില്ല. സാം പറയുന്നു, ചോരുന്നുണ്ടെങ്കിൽ അടിയിൽ ഒരു ബക്കറ്റ് എടുത്തു വെക്കി. ഇനി തനിക്ക് കുറച്ചു നേരം മിണ്ടാതിരിക്കാൻ പറ്റോ? പെട്ടെന്നാണ് ആരും പ്രതീക്ഷിക്കാതെ കാറിന്റെ മുകളിൽ ഒരു ശബ്ദം കേൾക്കുന്നത്. ഉരുക്ക് പോലെയുള്ള ഒരു കൈ വന്ന് ജാസ്പർ സിറ്റ്വെലിനടുത്ത് കാറിൽ നിന്ന് പുറത്തേക്ക് എറിയുകയാണ്. അയാൾ വേറെ ഒരു വണ്ടിയുടെ അടിയിൽപ്പെട്ട് മരിച്ചു. ആരായിരുന്നു അത്? പെട്ടെന്ന് കാറിന്റെ മുകൾ ഭാഗം തുളച്ച് അടിയിലേക്ക് കുറെ വെടിയുണ്ടകൾ വരാൻ തുടങ്ങി. ആരോ മുകളിൽ നിന്ന് വെടിവെച്ച് ക്യാപ്റ്റനെയും നതാഷയെയും കൊല്ലാൻ നോക്കുകയാണ്. അവർ ഒരു തരത്തിൽ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി. സാം പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുന്നു. കാർ നിൽക്കുന്നു. അതിന്റെ മുകളിൽ നിന്ന് ഒരാൾ തെറിച്ച് ദൂരേക്ക് പോവുകയാണ്. അയാൾ അയാളുടെ ഉരുക്കുകൈ ഉപയോഗിച്ച് വീഴാതെ നിൽക്കുന്നു. ആ ഉരുക്കുകയുടെ ബലം കൊണ്ട് റോഡിൽ പോലും പാടുകൾ വന്നു. അത് മറ്റാരുമായിരുന്നില്ല, ക്യാപ്റ്റനെയും നതാഷയെയും കൊല്ലാൻ വേണ്ടി അലക്സാണ്ടർ പിയേഴ്സ് അയച്ച വിന്റർ സോൾജർ ആയിരുന്നു. അയാൾ കാറിന്റെ മുകളിലേക്ക് വീണ്ടും ചാടിക്കയറി അവരെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. കാറിൽ നിന്ന് പുറത്തു വീണ ക്യാപ്റ്റനെയും നതാഷയെയും സാമിനെയും വിന്റർ സോൾജറും ആളുകളും ചേർന്ന് കൊല്ലാൻ ശ്രമിക്കുകയാണ്. അവർ ഒരു തരത്തിൽ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. തന്റെ വോയിസ് റെക്കോർഡിംഗ് ഉള്ള ഒരു ഡിവൈസ് വെച്ച് വിന്റർ സോൾജറിനെ നതാഷ പറ്റിക്കുന്നു. അതിനുശേഷം വിന്റർ സോൾജറുമായി ഫൈറ്റ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് തന്റെ കയ്യിലുള്ള ഷോക്ക് അടിപ്പിക്കുന്ന പോലെയുള്ള ഒരു ചെറിയ ഡിവൈസ് വെച്ച് വിന്റർ സോൾജറിന്റെ കൈ കുറച്ചു നേരത്തേക്ക് മരവിപ്പിക്കാൻ നതാഷയ്ക്ക് സാധിച്ചു. വിന്റർ സോൾജറിന് ദേഷ്യം വരികയാണ്. ഓടിക്കൊണ്ടിരുന്ന നതാഷയെ വിന്റർ സോൾജർ വെടിവെച്ച് താഴെയിടുന്നു. വിന്റർ സോൾജർ നതാഷയെ ഒന്നുകൂടി വെടിവെച്ച് കൊല്ലാൻ പോവുകയാണ്. ആ സമയത്താണ് മരണമാസായിട്ട് ഷീൽഡും പിടിച്ച് നമ്മളുടെ ക്യാപ്റ്റൻ ഓടി വരുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് MCUവിലെ തന്നെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റിൽ ഒരെണ്ണമാണ്. ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ് എന്ന് പറയുമ്പോൾ വലിയ വലിയ ഉപകരണങ്ങളും ആയുധങ്ങളും ഒന്നും ഉപയോഗിക്കാതെയുള്ള ഒരു കിടിലൻ ഫൈറ്റ്. I'm rolling and blowing, I'm coasting, I got them all trolling me right. I just keep growing and showing them knowing I'm owning this flow, you can catch me outside. Gonna get them all with a little payback. Never gonna fall, I'ma stay on the attack. Put them up against the wall as I finish every track. Never gonna stall, no I'm never gonna slack. I've been like working and learning and searching for something to push my shit over the edge. I'ma keep burning and turning the profit, you know I can't stop it until I am dead. Gonna be unstoppable and profitable, cause I got a constant flow of knowledge, yo. If you got a problem bro, take them off the throw. Coming to the top, I go
go, yeah, promise go. Roll up to the club and the city show me love. She gon' fit me like a glove. Sipping whiskey, feeling buzzed. R.I.P. Rest in peace. R.I.P. Rest in peace. R.I.P. Rest in peace. R.I.P. Rest in peace. Yeah. അയാളുടെ ഉരുക്ക് കൈ ഉപയോഗിച്ച് ക്യാപ്റ്റൻ അയാൾ ഒരുപാട് ഇടിക്കാൻ നോക്കുന്നു. ക്യാപ്റ്റൻ ഒരു കണക്കിന് ആ ഇടിയിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുകയാണ്. പക്ഷെ വിന്റർ സോൾജറിന്റെ കയ്യിൽ നിന്ന് കുറച്ചിടിയൊക്കെ ക്യാപ്റ്റനെ കൊള്ളുകയും ചെയ്തു. പക്ഷെ അവസാനമായപ്പോഴേക്കും ക്യാപ്റ്റൻ തന്റെ ഷീൽഡ് വെച്ച് വിന്റർ സോൾജറിന്റെ ഉരുക്ക് കൈയിൽ ഒരു വിള്ളലുണ്ടാക്കുകയാണ്. വിന്റർ സോൾജർ കുറച്ചു നേരത്തേക്ക് പതറിപ്പോയി. ആ സമയത്ത് ക്യാപ്റ്റൻ വിന്റർ സോൾജറിനെ പിടിച്ച് ദൂരേക്ക് എറിയുകയാണ്. എറിയുന്നതിന്റെ ഇടയ്ക്ക് വിന്റർ സോൾജറിന്റെ മാസ്ക് താഴെ വീണു. വിന്റർ സോൾജർ തന്റെ മാസ്ക് ഇല്ലാത്ത മുഖം ക്യാപ്റ്റന് നേരെ തിരിക്കുകയാണ്. ആ മുഖം കണ്ട് ക്യാപ്റ്റൻ ഞെട്ടിത്തരിച്ചുപോയി. Bucky? Who the hell is Bucky? തന്റെ പഴയ സുഹൃത്തിന്റെ മുഖം കണ്ട് ക്യാപ്റ്റൻ അത്ഭുതത്തോടെ ബക്കിയെ പേര് വിളിക്കുകയാണ്. പക്ഷേ ആരാണ് ബക്കി എന്നാണ് വിന്റർ സോൾജർ പറയുന്നത്. അത് പറഞ്ഞു തീരുന്നതിന് മുൻപ് ഒരു തോക്കെടുത്ത് ആശ്ചര്യപ്പെട്ടു നിന്ന ക്യാപ്റ്റനെ വെടിവെക്കുന്നു. ഇനി എന്താണ് സംഭവിക്കുക? വിന്റർ സോൾജറിന് എന്താണ് ബക്കിയുടെ മുഖം? ബക്കി 1945 മരിച്ച ആളല്ലേ? ഒരുപാട് സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒഴുകി വരുന്നുണ്ടാവും. അതിനൊക്കെ ഉത്തരവുമായിട്ട് നമ്മൾക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. പിന്നെ വേറൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈ ലാസ്റ്റ് നിങ്ങൾ കണ്ട ഫൈറ്റ് ഉണ്ടല്ലോ, കോപ്പിറൈറ്റ് കാരണം എനിക്ക് ആ ഫൈറ്റിന്റെ മുഴുവൻ ഭാഗങ്ങളും ഇവിടെ ചേർക്കാൻ പറ്റിയില്ല. പക്ഷെ നിങ്ങൾ ആ ഫൈറ്റ് എന്തായാലും കണ്ടിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമാണ്. ആ ഫൈറ്റിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം. നിങ്ങളൊന്ന് അത് പോയി കണ്ടു നോക്ക്. ഫൈറ്റ് എന്ന് പറഞ്ഞ ഈ ജാതി ഫൈറ്റ് ഇനി അധികം വലിച്ചു നീട്ടുന്നില്ല. അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീ അമിത് സൈനിങ് ഔട്ട്. Bucky? Who the hell is Bucky?